ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് നമ്മൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങിയവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റുണ്ട്. ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകൾക്കും നമ്മൾ ഒരേ പ്രാധാന്യമായിരിക്കും കൊടുക്കുക. പറയുമ്പോൾ വളരെ മികച്ച ഒരു കാര്യമാണ്, പക്ഷേ ബിസിനസ്സിൽ ഇതൊരു സ്ലോ പോയിസണാണ്. നമ്മളുടെ ഇ-കൊമേഴ്സ് സ്റ്റോറിൽ 100 പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിലൊരു 10 പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അതിൽ തന്നെ ഒരു 5 പ്രൊഡക്റ്റ് എപ്പോഴും റിപ്പീറ്റായിട്ട് വാല്യൂ ഉള്ളതാവും, റിപ്പീറ്റായിട്ട് കസ്റ്റമേഴ്സ് വന്ന് വാങ്ങുന്നുണ്ടാവും. അതിൽ കൂടാതെ ഒരു 2 പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ബ്രാൻഡിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആവും. പക്ഷെ നമ്മൾ ഈ പറയുന്ന പ്രൊഡക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, അല്ലെങ്കിൽ ഈ ഇമ്പോർട്ടൻസ് തന്നെ നമ്മുടെ മൂവ് ചെയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ വളരെ സ്ലോലി മൂവ് ചെയ്യുന്ന ബാക്കി 90 പ്രൊഡക്റ്റിനും ആസ് എ ബിസിനസ് ഓണർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സമയം, പണം, എനർജി എല്ലാം തന്നെ 100 പ്രൊഡക്റ്റിലേക്ക് ഡിവൈഡ് ആയി പോകും. അതായത് വിന്നിങ് പ്രൊഡക്റ്റുകളെ നമ്മൾ ശ്രദ്ധിക്കാതെ വരും. കാരണം 100 പ്രൊഡക്റ്റിലേക്ക് ശ്രദ്ധ പോകുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഈക്വലി എല്ലാത്തിലേക്കും സ്പ്രെഡ് ചെയ്തു പോകും. നമ്മുടെ പരസ്യമായിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ടീം വർക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, എല്ലാം തന്നെ എല്ലാ പ്രൊഡക്റ്റിലേക്കും ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് ഇ-കൊമേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു റൂൾ നമ്പർ 1 എന്ന് പറയാൻ പറ്റുന്നത് വിന്നിങ് പ്രൊഡക്റ്റിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് വിന്നിങ് പ്രൊഡക്റ്റ്? വിന്നിങ് പ്രൊഡക്റ്റ് എന്നാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സൈറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ തരുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും, നല്ല റിപ്പീറ്റ് വാല്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ കസ്റ്റമർ കംപ്ലൈൻറ്റ് കുറവായിരിക്കും, റിട്ടേൺസ് കുറവായിരിക്കും. നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ നമ്മളെപ്പറ്റി ചെക്ക് ചെയ്യുന്നതെല്ലാം ഈ പ്രൊഡക്റ്റിനെ വെച്ചിട്ടായിരിക്കും ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ടാവുക. ഇതിനെയാണ് ഒരു വിന്നിങ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വിന്നിങ് പ്രൊഡക്റ്റാണ് നമ്മുടെ ബിസിനസ്സിനെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ വിന്നിങ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആരാണ് കണ്ടുപിടിക്കുന്നത്? അത് കസ്റ്റമറാണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ കസ്റ്റമറെയാണ് ഫോളോ ചെയ്യേണ്ടത്. നമുക്കൊരു 100 പ്രൊഡക്റ്റ് ഉള്ളൊരു ഇ-കൊമേഴ്സ് സൈറ്റ് ചെയ്യുമ്പോൾ അതിലേതൊക്കെയാണ് വിന്നിങ് പ്രൊഡക്റ്റ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളല്ല, അത് കസ്റ്റമറാണ്. കസ്റ്റമർ ഡിസൈഡ് ചെയ്യും. നമ്മൾ അവരെ ഫോളോ ചെയ്യുക, അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകളെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഒരു ഇ-കൊമേഴ്സിൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ട്രൂ വിന്നിങ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഇതിന് പ്രോപ്പറായിട്ട് പരസ്യം പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. വിന്നിങ് പ്രൊഡക്റ്റിനെ ഒരു കാരണവശാലും നിങ്ങൾ കൺട്രോൾ ചെയ്യരുത്, മാർക്കറ്റിംഗ് കൺട്രോൾ ചെയ്യരുത്. കാരണം നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്നത് ഈ പ്രൊഡക്റ്റുകളായിരിക്കും. അതുകൊണ്ട് ലിസ്റ്റ് ഡൗൺ ചെയ്യുക ഏതൊക്കെ പ്രൊഡക്റ്റുകളാണെന്ന്, എന്നിട്ട് ആ പ്രൊഡക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇനിയും തൊട്ട് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. നല്ല ബിസിനസ് ഉണ്ടാവും. ശ്രദ്ധിക്കുക, 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഇ-കൊമേഴ്സ് സൈറ്റ് എങ്ങനെയാണ് വളരുന്നത്.